യാ സാധനം കൊണ്ടുവന്നു. അളിയ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സംഭവം റിസ്കാ. ഇവിടെ നീ സാധനം എടുക്കും. ഇപ്പൊ എടുക്കല്ലേ, അതുകൊണ്ട് ഇവർ അമ്മ നിൽക്കുന്നു. എടുത്തോ എടുത്തോ. എടാ ഇത് കുറച്ചേ ഉള്ളല്ലോടാ. ഇത് തന്നെ ഒപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയാം. എടാ എന്തിയേ എടുക്ക്. പൊതിയാതാണോടാ പോക്കറ്റിൽ ഇട്ടോണ്ട് വരുന്നേ, അതും ബാക്കിലെ പോക്കറ്റില്. പുളി തന്നെയാണോടാ അത്. ഇവനെ 2 ആഴ്ച കൊണ്ട് ഇട്ടോണ്ട് നടക്കോ ഈ പാന്റ്. എടാ നിനക്കൊക്കെ വേണമെങ്കിൽ തിന്നി, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. ആ താ. ആ പുളിയും മധുരവും നിന്റെ പാനിന്റെ ഫ്ലേവറും ഒരു ഊള ടേസ്റ്റ്. സംഭവം ഞാനിപ്പോഴും അറിഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കുക. എടാ ഞാനേ എന്തെങ്കിലും പഠിക്കാൻ പോയാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എന്താ പഠിക്കേ? എടാ എന്തെങ്കിലും കുറച്ചേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലേ സ്കൂളിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. വല്ല ഗിത്താറോ വയലിനോ മൃദംഗമോ കഥകളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ആ നിനക്ക് പറ്റിയൊരു സംഭവം ഉണ്ട്, നാടോടി നൃത്തം. അത് നിനക്കേ അടിപൊളിയായിരിക്കും, പഠിക്കേണ്ട ആവശ്യമേ വരത്തില്ല. എടാ ജോപ്പനല്ലടാ ഓടി വരുന്നേ. എന്തോ വള്ളിക്കെട്ടിനും കൊണ്ട് വരുവാന്ന് തോന്നുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞില്ലയോ പിന്നെന്താ വള്ളിക്കെട്ട് കൊണ്ടാ വരുന്നതെന്ന്. നമുക്കേ ഒരു കാര്യം ചെയ്യാം, കണ്ട വഴി ഓടാം. അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴെങ്ങനെ പോവോ? വീട്ടിൽ പോണമായിരുന്നു. അറിയത്തില്ല, ഞാൻ അവരുടെ കൂടെ വന്നയാ. എനിക്ക് ഈ ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. എനിക്കും ഞാൻ അവിടെ നിൽക്കുമ്പോഴേ എല്ലാരും എന്നെ കളിയാക്കി ചിരിക്കുന്ന പോലെ തോന്നും. കറക്റ്റ് സദ്യ കഴിക്കുമ്പോഴേ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാര് നമ്മളെ നോക്കുന്നുണ്ടോന്ന് തോന്നാറില്ലേ? ആ ഉണ്ട്. നമ്മൾ നടന്നു പോകുമ്പോഴേ ഓപ്പോസിറ്റ് പെമ്പിള്ളാര് വന്നാ വേറെ വഴി കൂടെ കയറി പോവാറുണ്ടോ? ആ ഉണ്ട്. ഞാനാകെ തകർന്നിരിക്കുവായിരുന്നു. ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമേ ഇങ്ങനെന്ന്. എനിക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ വിറയ്ക്കും. കറക്റ്റ് ആടാ. ചങ്കേ എവിടാടാ നിന്റെ വീട്? ആ കനാലിന്റെ കരയിലെ ഒരു 2 നില വീടില്ലയോ, അതിന്റെ മേളിലത്തെ നില ഞങ്ങള് വാടകയ്ക്ക് താമസിക്കുക. താഴത്തെ നില ഞാനാടാ താമസിക്കുന്നേ. എന്നും പറഞ്ഞേ മുകളിലോട്ട് കയറി വരണ്ട, എനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല. ഓ സെയിം വൈബ്.